അപ്പോൾ ഇവിടെയുള്ള റോഡ് പണി എല്ലാം തീർന്ന നല്ല അടിപൊളിയായി. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം വെച്ചാൽ നമ്മൾ ഈ മഹാരാഷ്ട്രയിൽ കയറി കഴിഞ്ഞാൽ ബോംബെ എത്തുന്നവരെ ഇടയ്ക്ക് കുറച്ച് ടണലുകളുണ്ട്. ചെറുതായാലും വലുതായാലും ഒരു 5-6 ടണലുകളുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ചാൽ അധിക ടൈം അവിടെ രാത്രിക്കാണ് പാസ്സായാലും, അതായത് രാത്രിക്കാണ് നമ്മൾ ഓടി ബോംബെയിലേക്ക് എത്താറുള്ളത്. അപ്പോൾ ഇന്നങ്ങനെ പകലാണ് അവിടെയൊക്കെ ഓടി കയറുന്നത്. പൂനെയിൽ നിന്ന് ബോംബെയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ. അങ്ങനെ പൂനെ എത്തുന്നതിന് മുന്നേ ടണൽ, അങ്ങനെ കുറച്ച് കാഴ്ചകൾ. അങ്ങനെ സത്താറ ടോള്. ചില സമയം നല്ല ട്രാഫിക് ഉണ്ടാവും, ചില സമയം ഇതേപോലെ കാലിയായിരിക്കും. തുറക്കടായി. മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ ഒന്നും കഴിഞ്ഞില്ല, അപ്പോൾ അതിൻ്റേതായ ചെക്കിങ് ഉണ്ട് എല്ലാവരുടെയും. എന്താ വെച്ചാൽ ഇവർ റോഡ് മുതൽ ബാരിക്കണി ഇടത്തും വലത്തും വെച്ച് ബ്ലോക്കാക്കിയിട്ടുണ്ടാവും. ബ്ലോക്കല്ല, വണ്ടി ഇങ്ങനെ പാമ്പ് പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചിട്ടോണ്ട് എടുക്കാൻ. ഇമ്മാസം 15 വരെ ഉണ്ട് തോന്നുന്നു ഈ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ. മഹാരാഷ്ട്ര കയറി കഴിഞ്ഞാൽ ഓടിയാൽ എത്തൂല. എന്താ വെച്ചാൽ ഫുള്ള് കുന്നും കയറ്റവുമാണ്. അതായത് കയറ്റവും ഇറക്കവും. എന്നാ വെച്ചാൽ ഈ റോഡിലോട്ട് ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ബൈക്കുകാരാണ്. ബൈക്കുകാർ ഈ അടുത്തോട്ടും വലത്തോട്ടും കട്ട് ചെയ്ത് കയറി വരും. എന്നാൽ അവർക്ക് ലെഫ്റ്റ് സൈഡിൽ ലൈനിൻ്റെ അപ്പുറത്തോട്ട് ഓടിയാൽ മതി, അത് വലിയ ബുദ്ധിമുട്ടില്ല. അതായത് ചില സമയം റൈറ്റ് സൈഡ് മാത്രം പിടിച്ച് ഓടുന്നു ഈ ബൈക്കുകാരെ പിടിച്ചിട്ട്. ബൈക്കുകാർ ഏത് കൂട്ടം എങ്ങനെയാണ് കട്ട് ചെയ്ത് വരുന്നതെന്ന് తెలియല്ല. എന്നുവെച്ചാൽ മഹാരാഷ്ട്രയിൽ ഭയങ്കര പ്രോബ്ലമാണ്. അടിക്ക് ക്ഷാമേ ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടീൻ്റെ, കാറിൻ്റെയോ ബൈക്കിൻ്റെയോ പുറകെ പോയിട്ട് ചെറുങ്ങനെ ഒരു ഓൺ അടിച്ചാൽ തന്നെ ഭയങ്കര പ്രോബ്ലം. അതുകൊണ്ട് എന്തായി, നമ്മൾ ഈ പോകുന്ന പോലെ പൊട്ടനെ പോലെ അങ്ങ് പോയിക്കോളാം. എവിടുന്ന് സൈഡ് കിട്ടുന്നത് അവിടെ നിന്ന് കയറുക. ഇവിടെ വേറെ കൃഷിയൊന്നുമില്ല, എല്ലാം കരിമ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഒരു ഏരിയയിൽ. കോലാപ്പൂര്, ഈ പൂനെ, ഇത്ര ഏരിയയിൽ മൊത്തം കരിമ്പ് മാത്രം. ഫസ്റ്റ് തുരങ്കെത്തി. ഈ സ്ഥലത്തിൻ്റെ പേര് വേള. അതായത് കുറച്ച് നല്ല ഡേഞ്ചറായ തുരങ്കം തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തിരിയുമെന്നറിയില്ല. അതായത് തുരങ്കം നല്ല ഇറക്കം ഇറങ്ങി ലാസ്റ്റ് എൻഡിൽ നിന്ന്
ലെഫ്റ്റിലോട്ട് നല്ലൊരു ടേണിങ്ങാണ്. ആദ്യമായിട്ട് വരുന്നവരെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഇത് പഴയ തുരങ്കോ, അഥവാ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വലിയ തുരങ്കത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വർഷം കൊണ്ടെല്ലാം റെഡിയാവും തോന്നുന്നു. ഈ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അപ്പോൾ 4 ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റും പാടും. അപ്പം അങ്ങനെ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കയറി ഈ തുരങ്കത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഹോൺ അടിച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. അതിൻ്റെ എഫക്റ്റ് കണ്ടേ. ഈ ഒരു തരംഗം 400 മീറ്ററോളം ഉണ്ട്. ഇവിടുന്നൊരു ലെഫ്റ്റിലോട്ടൊരു കട്ടിങ്ങാണ്. അത് വളരെ ശ്രദ്ധിക്കണം. ലോഡും വണ്ടി ഗിയറെല്ലാം ഡൗൺ ചെയ്തിട്ട് ഇറങ്ങി വരാൻ ശ്രമിക്കുക. പക്ഷേ ഈ തുരങ്കം നമ്മൾ പൂന ബോംബെയിലേക്ക് പോകുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. അതായത് ബോംബെയിൽ നിന്ന് തിരിച്ച് കയറി വരുമ്പോൾ നമ്മൾ ചുരാന്ന് വരിക, തുരങ്കം വരത്തില്ല. ഇതൊരു ചെറിയൊരു ചുരാണ്. ആ മുന്നിൽ പോകുന്ന കണ്ടെയ്നർ വണ്ടി നമ്മളെ കമ്പനി വണ്ടിയാണ്. പാലം കാണുന്നില്ലേ പുതിയ തുരങ്കത്തിൻ്റെ പണിയെടുക്കുന്ന റോഡ്. ഇതെന്തായാലും ഇനി ഒരു 5-8 മാസം എടുക്കും അതിൻ്റെ പണി തീരെ. ഇപ്പോൾ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന. ഈ മഞ്ഞ 2 സ്റ്റാൻഡ് പോലെ കണ്ടിട്ട് അതാണ് ആ ഫില്ലറിൻ്റെ മുകളിൽ നമ്മൾ പാലത്തിൻ്റെ റെഡിമെയ്ഡ് എടുത്ത് വെക്കുന്നത്. റൈറ്റ് സൈഡ് കാണുന്ന നമ്മളിപ്പോൾ ഇറങ്ങി വന്ന മലയത്, എൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇറങ്ങി വന്നത്. അത് കയറിപ്പോകുമ്പോൾ അതങ്ങനെ കയറി പോകണം അടുത്തേക്ക് ബാംഗ്ലൂരേക്ക് പോകുമ്പോൾ.
പൂനെയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്ന ടണലാണ്. നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പറ്റില്ല, വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. പോലീസുകാർ പ്രശ്നമുണ്ടാവും, ഫൈൻ വരും. അപ്പോൾ ഈ റെഡ് ബോർഡ് കാണുന്നില്ലേ, അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇത് ഈ തുരങ്കം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പൂനെ എത്തുന്നവരെ ഭയങ്കര ഇറക്കാം, ചെറുതന്നെ. അപ്പോൾ ഇതാരും ന്യൂട്രടിക്കാൻ പാടില്ല. ഈ തമിഴ്നാട് വണ്ടി, ഈ ബോർഡ് കെട്ടിയ വണ്ടി അവർ ഏറ്റവും കൂടുതൽ ന്യൂട്രടിച്ചിട്ടാണ് പോവുക. അതായത് മൈലേജിൻ്റെ പ്രശ്നം, കാര്യങ്ങൾ, മൈലേജ് പിടിച്ചിട്ട് ഓട്ടെ, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ന്യൂട്രടിച്ചിട്ട് പോയി. അപ്പോൾ അതിനെല്ലാവരും മുന്നറിയിപ്പാണ് ന്യൂട്രടിച്ചിട്ട് പോകാൻ പാടില്ല. അങ്ങനെ തന്നെ ഫുൾ ഇറക്കാണ്, നമുക്ക് തിരിയത്തില്ല, വണ്ടികളുള്ള സ്പീഡിലങ്ങ് പോകും. ഇത് കുറച്ച് ലോങ് ടൈപ്പാണ് തുരങ്കം. നല്ല ഭംഗിയാണ് ഇങ്ങനെ തുരങ്കത്തിനുള്ളിലോട്ടാ പോവാൻ. ഒരു പ്രത്യേക എഫക്റ്റാണ് സൗണ്ടിന്. എന്നുവെച്ചാൽ എ സിയിലോട്ട് ഇത് അടച്ചുകൊണ്ടായി സൗണ്ട് കേൾക്കാതെ. ഫുള്ള് നല്ല ലൈറ്റുള്ളാക്കി ഫാനുണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും. ഈ ലൈറ്റിൻ്റെ ഗ്യാപ്പിൽ 2 ഫാനുകൾ, കുറച്ച് ഗ്യാപ്പിട്ട് ഫാനുകളുണ്ടാവും എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്. നല്ല വിമാനത്തിൻ്റെ ചിറകിൻ്റെ സൈഡിൽ വെക്കുന്ന എൻജിൻ കണ്ടില്ലേ, അതേ മോഡൽ സാധനങ്ങളുണ്ടാവും. ഗ്യാപ്പിട്ട് എന്ന് വെച്ചാൽ നമ്മൾ മേലെ ഭാഗം കാണില്ല, ഇരുടായുണ്ട്, അതാ നിങ്ങൾ കാണാത്ത. കാണിക്കാൻ പറ്റി അവിടെ നിർത്താൻ പറ്റത്തില്ലല്ലോ, ഓട്ടത്തിൽ കാണുന്ന മാത്രമേ ഉണ്ടാവും. ഇത് നല്ലൊരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ പൂനെയിലേക്ക് ഇറക്കാം. ഇത് കുത്തനിൽ ഇറക്കാം. അങ്ങനെ നമ്മള് പൂനെ ഇറക്കലിറങ്ങി, പൂനെ ടൗണെല്ലാം പാസ്സായി. ഇപ്പം ഇതാ പൂനെ ബോംബെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി. ഇവിടെ ഒരു വണ്ടി നിർത്താൻ പാടില്ല, വിട്ടു പോയിക്കോളാം, നോൺ സ്റ്റോപ്പ് ഓൺ എക്സ്പ്രസ് ഹൈവേ, അങ്ങനെ ബോർഡുകൾ വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു പണി നടക്കുന്നുണ്ട്, ഒരു പുതിയൊരു ടണലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ പറയുന്നത് കേൾക്കുന്ന വെച്ചാൽ 4 വീൽ മാത്രമേ വിടൂന്നാണ് പറയുന്നത് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ചുരം കയറി വരുമ്പോൾ, ബോംബെയിൽ നിന്ന് പൂനെയിലേക്ക് കയറി വരുമ്പോൾ ഫുൾ ടൈം ജാമാണ്. ചെറിയ വണ്ടിക്കും പോകാനാവില്ല, വലിയ വണ്ടിക്കും പോകാനാവില്ല. കാരണം വെച്ചാൽ ഈ കോയിലിംഗ്, ഇരുമ്പ് ഷീറ്റ് അങ്ങനെയെല്ലാം കയറ്റി വരുന്ന വണ്ടികൾ കണ്ടമാനമുണ്ട് ബോംബെയിൽ കയറി വരുന്നത്. അപ്പോൾ നല്ല ട്രാഫിക്കാവും. അത് പുതിയൊരു ടോളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എക്സ്പ്രസ് ഹൈവേ കയറി അങ്ങനെ വരുമ്പോൾ. നല്ല ഏരിയ, ഫുള്ള് മലകളായി നല്ല സ്ഥലങ്ങളാണ്. പക്ഷെ ഇവിടെ നിർത്തിയിട്ടൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. നമ്മളിവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും ലെഫ്റ്റ് സൈഡ് പിടിച്ചോളാം. റൈറ്റ് സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡ് നമ്മൾ പോകുന്ന നടുക്കത്തെ ലൈന് വണ്ടി ഓവർടേക്ക് ചെയ്യുക. 3ാമത്തെ ലൈന് നമുക്ക് സ്വപ്നത്തെ പോലും കയറാൻ പാടില്ല. ഏറ്റവും ലെഫ്റ്റ് സൈഡ് മാത്രം പോവുക. സെൻട്രൽ ലൈന് പാസ്സാക്കുക, ലെഫ്റ്റ് സൈഡ് കയറുക. കാരണം വെച്ചാൽ ഇപ്പോൾ ഫുള്ള് ക്യാമറ വരുന്നുണ്ട്, AI ക്യാമറേനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പം മഹാരാഷ്ട്രയിൽ ഭയങ്കര ഫൈനുകളാണ്. എവിടെയാണ് ക്യാമറ വെച്ച് എങ്ങനെയാണ് പോയിക്കുന്നതെന്നും അറിയത്തില്ല. ഇത് ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ലോനാവാല, അതായത് ടൂറിസ്റ്റ് പ്ലേസാണ്. നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളെല്ലാം ആയിട്ട്. ഇല്ല, നമ്മളെ കേരളത്തിൽ മൂന്നാർ പോലെ ഇവിടുത്തെ മൂന്നാറിൻ്റെ അത് അടിപൊളി ഏരിയ. ഇതിപ്പോൾ ഈ ചൂട് സമയമുണ്ടല്ലേ ഭയങ്കര വെയിൽ വരുന്നത്. നല്ല ഫുൾ ടൈം മഴയുണ്ടാവും, മഞ്ഞുണ്ടാവും, കോട ഒന്നും കാണത്തില്ല. അപ്പോൾ ഇത് എക്സ്പ്രസ് ഹൈവേയിലെ ഫസ്റ്റ് ടോളാണ്. ഫസ്റ്റ് ടോളല്ല, ഫസ്റ്റ് ടണൽ. ചെറിയൊരു ടണലാണ്, വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു ടണൽ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടാവും. ചെറിയ കാറുകളിലും ഭയങ്കര വണ്ടി തിരക്കായിരിക്കും. അത് ഇവിടെയല്ല, നമ്മളെ ഈ ചുരം ഇറങ്ങിക്കഴിഞ്ഞിട്ട്
ഒരു ടോളുണ്ട്, അവിടെയാണ് കാണുന്നത്. പക്ഷെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എക്സ്പ്രസ് ഹൈവേ തുടങ്ങുന്ന ടോളും കഴിയുന്ന ടോളും പോലീസുകാരുടെ നരനായാട്ടാ. അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിലോ അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഇങ്ങനെ ഫോട്ടോ പോയിട്ടുണ്ടാവും, സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ലൈന് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിലും അത് അവിടെ എത്തുമ്പോൾ പിടിക്കും. അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. പിന്നെ നമ്മളെ കയ്യിലെ ക്യാമറയും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട, നല്ല വൃത്തിക്ക് പിടിച്ച് മുറിച്ചത്. നല്ല ഏരിയ, നല്ല അടിപൊളി വെച്ചാൽ അടിപൊളി സ്ഥലങ്ങളായതല്ലോ. ഇപ്പം അതിങ്ങനെ മഴക്കാലത്തുള്ള എല്ലാവരുടെയും വെള്ളച്ചാട്ടത്തിൻ്റെ ഇങ്ങനെ പാലൊഴുകി വരുന്ന പോലെ പാലൊഴുകി വരുന്ന പോലെ കാണും വെള്ളച്ചാട്ടത്തിൻ്റെ. അടിപൊളി സ്ഥലങ്ങളാ ഇതൊക്കെ. എന്താ വെച്ചാൽ ഇപ്പം ഇത് കോൺക്രീറ്റ് ആയിട്ട് ഭയങ്കര ചാട്ടാണ് വണ്ടി. ഒന്നാമത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എല്ലാ ടണ്ണേജ് വണ്ടി ലെഫ്റ്റ് സൈഡ് പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ബമ്പ് പോലെയാണ്. തുള്ളി നടുവിൻ്റെ ഊപ്പാട് കഴിഞ്ഞു പോകും. അത് ട്രെയിലറായതുകൊണ്ട് ഭയങ്കര ചാട്ടല്ലേ. അപ്പോൾ ഫുഡ് കഴിച്ചില്ല, ഇനി ബോംബെയിലെത്തിയിട്ട് റൂമിനടുക്ക് എത്തിയിട്ട് അവിടെ കഴിക്കാൻ. എന്തിന് ഓർഡർ ഇറക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല. 20 കണ്ടെയ്നറും കൊണ്ടാണ് പോകുന്നത്. അതായത് 10 ദിവസം നാട്ടിൽ പോയി ലീവെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ട്രിപ്പായത്. ബോംബെയിൽ വണ്ടി ഉണ്ടോ എങ്ങനെയാണെന്നും അറിയത്തില്ല. ലോഡ് കുറവാണെന്നെല്ലാം പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ എക്സ്പ്രസ് ഹൈവേയിലെ 2ാമത്തെ ടണല്, ഇത് കുറച്ച് വലിയ ടണലാണ്. ഈ ലെഫ്റ്റ് സൈഡാക്കി നല്ലൊന്നും കമ്പൈൻഡ് വന്നിട്ട് നിർത്തുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും നിർത്താൻ പറ്റത്തില്ല. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇവരുടെ ഓഫീസ്, ഈ ടണലിന്റെ ടീം കാര്യങ്ങൾ, ഇവിടെ എപ്പോൾ ആൾക്കാരുണ്ടാവും. ഈ ടണലിന്റെ സ്പീഡ് 80 സ്പീഡ്. പക്ഷേങ്കിൽ നമുക്കൊന്നും 80 കയറി പിടിക്കാനാവില്ല. ഇതൊരു കയറ്റം കയറി വരുന്ന എന്താ, ഓൾറെഡി എങ്ങനെ പോയി കഴിഞ്ഞാൽ 40-45 സ്പീഡിൽ നമുക്ക് ടണൽ കയറി പോകാനാവും. കാറുകാരും ബസ്സുകാരിലും നല്ല സ്പീഡ് പോകും. ഇപ്പം ഞാൻ പോകുന്നത് 40 സ്പീഡിൽ പോകുന്നത്. അതായത് ടണലിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ 4 ഇൻഡിക്കേറ്റർ പാർക്ക് ലൈറ്റ് നിർബന്ധമായി ഇടണം. നമ്മൾ വിചാരിക്കും ഈ മേലത്തെ ലൈറ്റ് കൊണ്ട് അങ്ങ് പാസ്സാവുന്നു, പക്ഷെ കാണത്തില്ല. നമ്മൾ മുമ്പിലെ പോലെ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ വേക്കിൽ വരുന്ന വണ്ടിക്ക് നമ്മൾ തിരിയത്തില്ല. ഞാൻ നല്ല സ്പീഡിൽ വരുന്നതല്ലേ. എല്ലാ ആൾക്കാരും ആ ബസ് പാർക്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, 4 ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ച് ലോങ് ടൈപ്പ് ടണലാ. അങ്ങനെ ഒരു 3 ടണലാണ് കുറച്ച് ലോങ് ഉള്ളത് ഈ എക്സ്പ്രസ് ഹൈവേയിൽ വരുന്നത്. ബാക്കി എല്ലാം 2-3 ചെറുതാ. അങ്ങനെ ഈ ടണൽ കഴിഞ്ഞാൽ കിട്ടുന്ന അടുത്ത പിന്നെ നമ്മളെ ചുരം, കണ്ടാള ചുരം എന്ന് പറയും. ഈ ടണൽ കഴിഞ്ഞ് കുറച്ച് ഓടി കഴിഞ്ഞാൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ബോർഡുകളുണ്ടാവും. സിഗ്നൽ ബോർഡുകൾ, നോൺ സ്റ്റോപ്പ്, ഓൺ എക്സ്പ്രസ് ഹൈവേ, ഗാട്ട് സ്റ്റാർട്ട്. 500 മീറ്റർ കഴിഞ്ഞാൽ തന്നെ ചുരം തുടങ്ങി. ചുരം കുറച്ച് റിസ്ക് പിടിച്ച ഏരിയയാണ്. കുറേ ആക്സിഡൻറ്റുകൾ, ഡെയിലി ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട് ഇവിടെ. എന്നുവെച്ചാൽ ഈ NHRക്കാർ, ലോക്കൽ വണ്ടിക്കാർ ഒന്നും നോക്കുന്നില്ല, അടിച്ചു വിട്ട് പോകും. അപ്പോൾ ഈ പിടുത്തം വിട്ടിട്ടെങ്കും ഒന്നിക്ക് കണ്ടെയ്നർ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിവൈഡർ മാറി അപ്പുറത്തേക്ക് കയറിയിട്ടുണ്ടാവും. തുടങ്ങി ഇവിടെ നോട്ടിട്ട് ചുരം സ്റ്റാർട്ട് തുടങ്ങി. അപ്പോൾ ടണ്ണേജ് ഉണ്ടെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് എൻജിൻ ബ്രേക്ക് വിട്ടിട്ട് പതിയെ ഇറങ്ങുക. ഇവിടുന്ന് ബ്രേക്ക് ചവിട്ടി പോയി കഴിഞ്ഞാൽ നല്ല സ്പീഡ് കുറഞ്ഞ് പോകേണ്ട സ്ഥലത്ത് പിന്നെ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ നിൽക്കത്തില്ല. നല്ല വീലെല്ലാം ചൂടായി ഇങ്ങനെ അങ്ങ് പോകും. അങ്ങനെ നമ്മളെ ചുരം ഇറങ്ങി. ഇതെല്ലാം ചുരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ചുരത്തിലെ ഫസ്റ്റ് ടണൽ. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മാത്രമേ ഈ ടണൽ വരുന്നുള്ളൂ. തിരിച്ച് കയറുമ്പോൾ ഈ ടണലൊന്നും വരത്തില്ല.
ഇതിൻ്റെ റൈറ്റ് സൈഡിൽ അഗാധമായ കൊല്ലി എന്ന് പറഞ്ഞാൽ അഗാധമായ കുഴികളാണ്. ഒരു 4-5 വെള്ളച്ചാട്ടമുണ്ട്. അതൊന്നും ഇവിടുന്ന് കാണത്തില്ല. തിരിച്ചു വരുമ്പോൾ ബോംബെയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മാത്രമേ കാണൂ. അങ്ങനത്തെ കുറേ മലകളുണ്ട്. ആ മലകൾക്ക് ജോയിൻ്റ് അടിച്ചിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കി തന്നെ. പാലങ്ങളുണ്ട്. അതുപോലെ ബോംബെയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മഴക്കാലത്ത് നല്ല 6 വെള്ളച്ചാട്ടമുണ്ട്. നാളെ ആൾക്കാർ പോകുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഒരു വെള്ളച്ചാട്ടം 3-4 സ്റ്റെപ്പായിട്ട് അത്രയ്ക്കും ആഴാണ്. ഇതൊരു ചെറിയൊരു ടണല്. എക്സ്പ്രസ് തുറക്കത്തിൽ ഇവിടെ ചുരത്തിൽ വരുന്ന ടണലായിരുന്നു. ഗ്ലാസിൻ്റെ മുകളിൽ വെള്ളം ഇട്ടിട്ടാണല്ലോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഉറവേ വരും. ഇപ്പം മഴക്കാലത്ത് പിന്നെ പറയണ്ട, ഇവിടെ ഫുള്ള് വെള്ളച്ചാട്ടമായിരിക്കും. റോഡ് ഫുൾ ടൈം വെള്ളം. നല്ല രസമാണ്. പക്ഷെ ഈ രസമൊന്നും നമ്മളെ ലോഡ് കയറ്റാൻ പോകുമ്പോൾ കിട്ടത്തില്ല കേട്ടോ. ഫുള്ള് ചളി, കാലൊക്കെ ചോർന്ന് ഒന്നും തന്നെ ആലോചിക്കാൻ പറ്റുന്നില്ല മഴക്കാലത്തെ അവസ്ഥകൾ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നല്ല നല്ല കാഴ്ചകളല്ലേ കാണുന്നുള്ളൂ. ഡ്രൈവർമാരെ ശരിക്കും ബുദ്ധിമുട്ടൊന്നും ആരും കാണിക്കുന്നില്ല. അങ്ങനെ ടണലൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ടണല് ചുരത്തിൽ തന്നെ. ഇത് കുറച്ച് വലിയ ടണലാണ്. ലെഫ്റ്റോട്ട് ഒടിഞ്ഞു പോകുന്നൊരു ടണൽ. ഇവിടുന്നൊക്കെ പതിയെ ഞാൻ ഇറങ്ങി പോകാറുള്ളൂ. എന്നുവെച്ചാൽ ഇവിടുന്നൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ താഴോത്തോട്ടുമ്പോൾ വീല് ചൂടായി പുകയും വന്ന് സൈഡാക്കി നിർത്തി അങ്ങനെ പോകേണ്ടി വരും. അതുകൊണ്ട് ഇവിടുന്ന് എഞ്ചിൻ ബ്രേക്ക് ഇട്ട് 4ാമത്തെ ഗിയറിലിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്കൊന്നും ചവിട്ടാണ്ട് അങ്ങനെ ഇറങ്ങി പോയിക്കളാം. അതായത് ഈ ടണലിൻ്റെ ഉള്ളിൽ കയറി പുറത്തിറങ്ങുമ്പോൾ കണ്ണിന് ഭയങ്കര എഫക്റ്റ് അടിക്കും. ഉള്ളിൽ ലൈറ്റ് ചെറിയ പ്രകാശമല്ലുള്ളൂ. പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര വെയിലും ചൂടായതുകൊണ്ട് ഭയങ്കര ഇതാണ്, കണ്ണിന് എഫക്റ്റ് ഉണ്ടാവും. അതാ വെച്ചാൽ വൈകിട്ടായി ഇവിടെ ഇപ്പോൾ 6 മണി കഴിഞ്ഞു. എന്നിട്ട് സൂര്യൻ നിൽക്കുന്നതാണല്ലേ. ഇവിടെ ഒരു 7-7:15 ആകുമ്പോഴേക്കും ചെറിയൊരു ഇരുട്ട് വരുക. സന്ധ്യ ആവുന്നു. അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിലെ ടോളൊക്കെ കഴിഞ്ഞ് ഇനി 2 ടണലാണ് വരുന്നത്. ഒന്ന് ഒരു ചെറിയ ടണലും വലിയൊരു ടണലും. എക്സ്പ്രസ് ഹൈവേ ടോളിൻ്റെ അടുക്കുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല ട്രാഫിക്കായിരുന്നു. ഒന്നാമത് പക്ഷേ പോലീസിൻ്റെ പ്രശ്നം കൊണ്ട് അവിടുന്ന് ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഒന്നാമത് ഒറ്റയ്ക്ക് സിംഗിളായിട്ട് ഓടുന്നതല്ലേ, വീഡിയോ എടുക്കണോ വണ്ടി ഓട്ടണോ അത് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഫുള്ള് കാറുകാരല്ലേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ടോളിൽ. അപ്പം അങ്ങനെ നമ്മൾക്കൊരു ഒരു 10-50 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെവിടെ എത്തി, നമ്മളെ പാർക്കിങ്ങിലെത്തും. പാർക്കിങ് പോയിട്ട് ഏജന്റിനെ വിളിച്ച് ചോദിച്ച് ഇന്ന് ഇറക്കാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ലല്ലോ. ഇപ്പോൾ വെയിലിൻ്റെ ചൂടൊക്കെ പോയി, ചൂടൊക്കെ കുറഞ്ഞു. അതായത് AC ആണെങ്കിലും ചൂടുണ്ട്, ഭയങ്കര ചൂടാണ്, തണുക്കുന്നില്ല ക്യാബിനൊന്നും. അങ്ങനെ എക്സ്പ്രസ് ഹൈവേയിലെ ലാസ്റ്റ് ടണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജാൻമീറ്റ് റോഡിലേക്ക് എക്സിറ്റ് എടുക്കണം. ഈ എക്സ്പ്രസ് ഹൈവേയിലെ ടോള് കഴിഞ്ഞാൽ ടോളിൻ്റെ അടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാണ് അവിടെ പോലീസിൻ്റെ ഭയങ്കര പ്രോബ്ലം ഉണ്ട്. കുറച്ച് വലിയ ടണൽ തന്നെയാണ്. ഇവിടെ മൊത്തത്തിൽ ഇവിടെ എക്സ്പ്രസ് ഹൈവേ 80 സ്പീഡ് പറയുന്നത്, ചൊരൊഴിച്ച് ബാക്കിയെല്ലാം ഇവിടെ. പക്ഷേ ഇതൊക്കെ കയറ്റാണ്, നമുക്കൊന്നും 80 എടുത്ത് വരാനാകത്തില്ല. അതായത് കുറച്ച് ടണ്ണേജ് ഉണ്ട് കണ്ടെയ്നർ. ഇപ്പോൾ ഇവിടെ 40 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇവിടെ എത്തിയിട്ട്. നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലോങ് ഏരിയ ടണലാണ്.
അങ്ങനെ ഫുള്ള് വീഡിയോ എടുക്കാത്ത വെച്ചാൽ ലോങ് കൂടിപ്പോവും. അതുകൊണ്ട് ടണലിൻ്റെ മാത്രം എടുത്ത് കാണിക്കുന്നത്. പക്ഷേ ഇഷ്ടപ്പെട്ടവരുന്ന് ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. വീഡിയോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, വോയിസിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ. എന്നാൽ എനിക്ക് കൂടുതൽ ഞാൻ സംസാരിക്കാത്തൊരു